അതുപോലെ തന്നെ സഹോദരങ്ങളെ, മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്താണ്? ഈ വചനത്തിൽ അല്ലാഹു തആല പറഞ്ഞതെന്താ? ഇന്നല്ലദീന, നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശിയൽ ഫാഹിഷത്തു എന്നാണ് അല്ലാഹു പറയുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? ഫാഹിഷത്ത് പ്രചരിപ്പിക്കുന്നവർ എന്നല്ല. ഇന്നല്ലദീന യുഹിബ്ബൂന എന്നാണ് അല്ലാഹു പറയുന്നത്. അൻ തശിയൽ ഫാഹിഷ, ഫാഹിഷത്ത്, നീചമായ വൃത്തികെട്ട കാര്യങ്ങൾ പ്രചരിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുന്നവർ, ഇഷ്ടപ്പെടുന്നവർ. ഞാനൊരു തിന്മ പ്രചരിപ്പിച്ചോളണം എന്നില്ല. സമൂഹത്തിൽ തിന്മകൾക്ക് ധാരാളം പ്രചാരമുണ്ട്. എനിക്കതിനോട് എതിർപ്പില്ലാതിരുന്നാൽ തന്നെ, എനിക്കതിനോട് ഇഷ്ടമാണെങ്കിൽ തന്നെ, ഞാനും നേരിട്ടത് ചെയ്യുന്നില്ലെങ്കിലും അങ്ങനെയൊക്കെ സമൂഹത്തിൽ പ്രചരിച്ച് കാണണമെന്നുള്ളതാണ് എൻ്റെയും ആഗ്രഹമെങ്കിൽ ആ ആഗ്രഹത്തിനു പോലും കടുത്ത ശിക്ഷയുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ആ ചീത്തയായ കാര്യം ലൈവായി ചെയ്യുന്നവർ, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അത്തരത്തിലുള്ള ദുഷിച്ച പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളുടെ ശിക്ഷയുടെ കാഠിന്യം എത്രത്തോളമായിരിക്കും, അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ചീത്ത പ്രചരിച്ച് കാണണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ഇഹലോകത്തും പരലോകത്തും ശിക്ഷയുണ്ട് എന്നാണെങ്കിൽ, ചീത്തയായ കാര്യങ്ങൾ നേരിട്ട് തന്നെ പ്രചരിപ്പിക്കുന്നവരാണെങ്കിലോ, അത് ചെയ്യുന്നവരാണെങ്കിലോ, അത് പറയുന്നവരാണെങ്കിലോ അവർക്കുള്ള ശിക്ഷ എത്രത്തോളം ഗുരുതരമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഈ വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ടാകും, ഇതൊന്നും ഇപ്പോൾ നമുക്ക് ബാധകമല്ലല്ലോ, നമ്മളൊന്നും ആരെക്കുറിച്ചും അങ്ങനെ വ്യഭിചാരാരോപണം പറയുന്നില്ല. വ്യഭിചാരാരോപണം മാത്രമല്ല, സമൂഹത്തിനിടയിൽ ദുഷിച്ചതായ പ്രവർത്തനങ്ങൾ, അശ്ലീലതകൾ, അധർമ്മങ്ങൾ, അവിഹിതമായ വീഴ്ചകൾ, ഏതെല്ലാം രൂപത്തിലുള്ള അനാശാസ്യ പ്രവണതകൾ ഈ സമൂഹത്തിൽ പ്രചരിച്ച് കാണണം, അല്ലെങ്കിൽ അതിൻ്റെ പ്രചാരണത്തിൽ എനിക്കോ നിങ്ങൾക്കോ ഏതെങ്കിലും വിധത്തിൽ ഒരു പങ്കുണ്ടായാൽ തന്നെ നാം ശപിക്കപ്പെടും, ഗുരുതരമായ ശിക്ഷ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്നാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അതായത് ഇൻ്റർനെറ്റിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓൺലൈൻ, എല്ലാം ഓൺലൈനിൽ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആലോചിച്ചു നോക്ക്, എത്രയെത്ര സൈറ്റുകളാണ്. ആയിരക്കണക്കിന് എന്ന് പറഞ്ഞാൽ അത് കമ്മിയാണ്. ലക്ഷക്കണക്കിന് സൈറ്റുകളാണ് പോണോഗ്രഫിയിലും അതുപോലെ തന്നെയുള്ള മറ്റെല്ലാ തോന്നിവാസങ്ങളിലുമായിക്കൊണ്ട് ദിനേനയെന്നോണം സമൂഹത്തിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നത്. ധാരാളക്കണക്കിന്, മില്യൺ കണക്കിനുള്ള വ്യൂവേഴ്സാണ് സമൂഹത്തിൽ അത് കണ്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നെറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന, അത് ഷെയർ ചെയ്യുന്ന, അത് ഫോർവേഡ് ചെയ്യുന്ന, അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന, അതിനുവേണ്ടി തൻ്റെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തുന്ന, തൻ്റെ സമയം അതിനുവേണ്ടി വിനിയോഗിക്കുന്ന ആരൊക്കെ ഈ ഭൂമിയിലുണ്ടോ കഠോരമായ ശിക്ഷയാണ് അവർക്കുള്ളത് എന്ന് ഈ വചനം നമുക്ക് കൃത്യമായി തന്നെ പഠിപ്പിച്ചു തരികയാണ്. എത്രയെത്ര ക്ലിപ്പുകളും അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള കാര്യങ്ങളുമാണ് സമൂഹം ഇന്ന് വലിയൊരു ബിസിനസ്സായിക്കൊണ്ട് തന്നെ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ അവരത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, ലൈവായി കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വവർഗരതി ലൈവായി കാണിക്കുന്ന അത്തരത്തിലുള്ള സംവിധാനങ്ങൾ, പച്ചയായ വ്യഭിചാരം കാണിക്കുന്നവ, അതുപോലെ തന്നെ തുണിയുരിഞ്ഞുള്ള ഡാൻസുകളും ആട്ടവും പാട്ടും നൃത്യങ്ങളും എല്ലാവിധ തോന്നിവാസങ്ങളും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ, അത് ആ ഒരു മേഖലയിൽ. അതുപോലെ തന്നെ സചിത്ര വാരികകൾ, മാസികകൾ, ടാബ്ലോയിഡുകൾ, അതിലെല്ലാം അശ്ലീലമായ സ്ത്രീകളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് അവരുടെ ലൈംഗികമായ വികാരത്തെ ഉദ്ദീപിപ്പിക്കുന്ന നിലക്ക് ആ വിധത്തിലുള്ള പ്രത്യേകമായ കാര്യങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ആ രൂപത്തിലുള്ള ആളുകൾ, പത്രപ്രവർത്തനം എന്ന പേരിൽ, പത്രധർമ്മമാണ് എന്ന പേരിൽ സമൂഹത്തിൽ സർക്കുലേഷൻ ലഭിക്കപ്പെടുവാൻ വേണ്ടി ധാരാളക്കണക്കിന് പേജുകളിലൂടെ സചിത്ര ലേഖനങ്ങൾ, ടെക്സ്റ്റൈൽസിൻ്റെ പരസ്യം എന്ന പേരിൽ, ജ്വല്ലറിയുടെ ആഡുകൾ എന്ന പേരിൽ, അതുപോലെയുള്ള മറ്റു പല വസ്തുക്കളുടെയും ആഡുകൾ എന്ന പേരിൽ ഉടുത്തിട്ടില്ലാത്ത അർദ്ധനഗ്നകളും പൂർണ്ണനഗ്നകളുമായ ആളുകളെ, നാരികളെ, പെണ്ണുങ്ങളെ അണിയിച്ചൊരുക്കിക്കൊണ്ട് സമൂഹത്തിലേക്ക് ആ രൂപത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ആ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, എല്ലാവരും വളരെ ഗൗരവത്തോടുകൂടെ ആലോചിക്കേണ്ടുന്നൊരു വിഷയമാണ്.
സമൂഹത്തിൽ ഇതിലൂടെയൊക്കെ ഉണ്ടായിത്തീരുന്ന അപകടങ്ങൾ ചില്ലറയല്ല. സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ പരീക്ഷണങ്ങൾക്കും ഏറ്റവും കൂടുതൽ ഇതൊക്കെ കാരണമായി മാറുന്നുണ്ട്. കാരണം സമൂഹത്തിൽ അധർമ്മങ്ങളാണ് പെരുകിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നറിയിപ്പ് നമ്മൾ പലപ്പോഴും കേട്ട് പരിചയമുള്ള ഒരു ഹദീസാണ്. ഒരു സമൂഹത്തിൽ ഫാഹിഷത്തുകൾക്ക് പ്രചാരം കിട്ടിയാൽ അവിടെ മുൻ സമൂഹത്തിനൊന്നും പരിചയമില്ലാത്ത, ചികിത്സയില്ലാത്ത മാരകമായ രോഗങ്ങൾ അവരിൽ പടർന്നു പിടിക്കാതിരിക്കുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. ആണും പെണ്ണും തമ്മിൽ ഇടകലർന്ന് തൊട്ടുരുമ്മി സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഒന്നിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു നിലക്കുള്ള നിയന്ത്രണങ്ങളുമില്ലാതെയുള്ള ആ രൂപത്തിലുള്ള ജീവിതങ്ങളാണ്. വിവാഹം വേണ്ടതില്ല, ലിവിങ് ടുഗദർ എന്നൊരു പേരിട്ട് കഴിഞ്ഞാൽ മതി. ആർക്കും എവിടെയും ഒരുമിച്ച് താമസിക്കാം, ഇഷ്ടമുള്ളയിടത്ത് സഞ്ചരിക്കാം, ഇഷ്ടമുള്ളപ്പോൾ അവർക്ക് ഇണചേരാം, ഇഷ്ടമില്ലെങ്കിൽ അവർക്ക് പിരിയാം. ഈ രൂപത്തിലുള്ള തോന്നിവാസങ്ങളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള കാര്യങ്ങളാണെന്ന് സമൂഹത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ മേഖലയിൽ നിയന്ത്രണം വേണം ജനങ്ങളെ, ഈ പോക്ക് അപകടത്തിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തോട്, സ്ത്രീ സമൂഹത്തോടുള്ള മാന്യത കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഹിജാബും അതുപോലെ തന്നെ നിഖാബും ഒക്കെ നല്ലതാണെന്ന് പറയുമ്പോൾ അതവരുടെ മാന്യതയെ കാത്തു സൂക്ഷിക്കുവാനാണ്, അവരുടെ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുവാനല്ല. കാരണം ആദരിക്കപ്പെടേണ്ടവളാണ് സ്ത്രീ എന്ന് സമൂഹത്തോട് പറയുന്നവരുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുവാനും അവരെ പുച്ഛിക്കുവാനും അവരെ പരിഹസിക്കുവാനുമാണ് ഇന്ന് സമൂഹത്തിൽ നല്ലൊരു വിഭാഗം ആളുകളും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്.